നമ്മൾ പല നാടോടി കഥകളും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഡച്ച് നാടോടി കഥയിലെ മന്ത്രവാദിനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് പല ആളുകളുടെ ബോഡിയിൽ പ്രവേശിച്ച് തലമുറകളായി മാറി മാറി ജീവിക്കുന്ന മന്ത്രവാദിയെക്കുറിച്ച്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഡച്ച് മൂവി ആയിട്ടുള്ള മൊളോക്ക് എന്ന മൂവിയെക്കുറിച്ചാണ്. നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകും. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ചതുപ്പിലുള്ള ഒറ്റപ്പെട്ട ഒരു വീടാണ്. ആ വീടിനകത്തെ ഭിത്തിയിൽ കുറെ ഫോട്ടോയും നമ്മളെ കാണിക്കും. ആ വീടിനകത്തെ മറ്റൊരു മുറിയിൽ ഒരു പെൺകുട്ടിയെയും കാണിക്കും. കയ്യിൽ കുറെ ബ്രെഡിന്റെ പൊടിയെടുത്ത് അവിടെയുള്ള തുളയിലേക്ക് ആ കുട്ടിയിടും. അവിടേക്ക് കുറെ എലി വന്ന് ആ ബ്രെഡ് കഴിക്കുകയും ചെയ്യും. ഇത് കണ്ട ആ കുട്ടി സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. ഇതേ ടൈമിൽ ആ റൂമിന് മുകളിൽ എന്തൊക്കെയോ നിലവിളി കേൾക്കും. കുറച്ചു കഴിയുമ്പോൾ അവിടുന്ന് കുറെ പൊടിയും അതോടൊപ്പം ബ്ലഡും താഴേക്ക് വീഴും. ആ പെൺകുട്ടിയുടെ മേത്തേക്ക് തുള്ളി തുള്ളിയായി വീഴും. കുറച്ചു കഴിയുമ്പോൾ ആ ബ്ലഡെല്ലാം ഭിത്തിയിലേക്ക് ഒലിച്ചിറങ്ങും. ഇത് കണ്ട ആ പെൺകുട്ടി നല്ലപോലെ പേടിച്ച് നിലവിളിക്കുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ ആ പെൺകുട്ടി വളർന്ന് വലുതായിട്ടുണ്ട്. ഇവളുടെ പേര് ബെട്രിക് എന്നാണ്. അതോടൊപ്പം ഇവൾക്കൊരു മകളുമുണ്ട്. മകളുടെ പേര് ഹന്ന എന്നുമാണ്. ബെട്രിക്കിന്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അവൾ ജീവിക്കുന്നത്. ഹന്ന അവളുടെ വല്യമ്മയുടെ കൂടെ കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണിക്കും. പുറകെ തന്നെ ബെട്രിക്കും മറ്റൊരു കാറിൽ ആ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തിയ ബെട്രിക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ബെട്രിക്കിന്റെ വീട്ടിൽ നിന്ന് കുറച്ചകലെ മാറി അവിടെയുള്ള ചതുപ്പിൽ ഒരാൾ കുഴിക്കുന്നതാണ്. പുള്ളി കുറേ നേരം കുഴിക്കും. ഇതേ ടൈമിൽ അവിടെ എന്തോ ശബ്ദവും പുള്ളി കേൾക്കും. ഈ ശബ്ദം കേട്ട പുള്ളി അവിടേക്ക് നോക്കുമ്പോഴോ എന്തോ ഒന്ന് പുള്ളിയുടെ അടുത്തേക്ക് അടുക്കും. പുള്ളി അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ബെട്രിക്കിന്റെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്യും. ഇതേ ടൈമിൽ തന്നെ അവിടെ കുറേ ടീം, അതായത് ആർക്കിയോളജിസ്റ്റ് പോലെയുള്ള കുറേ ആളുകൾ മറ്റൊരു കുഴിയും എടുക്കുന്നുണ്ടായിരുന്നു. അവർക്കെന്തോ പ്രത്യേക വസ്തു കിട്ടിയിട്ടുണ്ടെന്ന് സീനിയറായ ജോണിനോട് പറയും. പിന്നീട് അവിടേക്ക് ജോൺ എത്തുകയും ചെയ്യും. ഇന്നലെ അവിടെ മരണപ്പെട്ട ആളുടെ കാര്യം ജോൺ ടീമിനോട് ചോദിക്കും. ഇത് കേട്ട ടീമിലെ ഒരു പെണ്ണ് പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരണപ്പെട്ടതെന്ന് ജോണിനോട് പറയുകയും ചെയ്യും. പിന്നീട് ജോണിനെയും വിളിച്ചുകൊണ്ട് ടെന്റിലേക്ക് പോയി ആ പ്രത്യേക വസ്തു കാണാനായി പോകും. അത് മറ്റൊന്നുമല്ല, ഒരു ഡെഡ് ബോഡി ആയിരുന്നു. അതായത് ഒട്ടും അഴുകിപ്പോകാത്ത ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി ആയിരുന്നു അത്. ഇത് കണ്ട ജോൺ അത്ഭുതത്തോടെ നിൽക്കുകയും ചെയ്യും. അന്ന് രാത്രി ബെട്രിക്കിന്റെ അമ്മ കട്ടിലിൽ കിടന്ന് നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട ബെട്രിക്കും അമ്മയുടെ റൂമിലേക്ക് ഓടിപ്പോകും. അവൾ അമ്മയെ കുറെ തട്ടും. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ബെട്രിക്ക് അമ്മയോട് പറയുകയും ചെയ്യും. ഇതേ ടൈമിൽ ഹന്നയും ആ റൂമിലേക്ക് എത്തും. അവൾ എന്തോ സ്വപ്നം കണ്ടെന്ന് ബെട്രിക്കിനോട് പറയുകയും ചെയ്യും. ഇത് കേട്ട ബെട്രിക്ക് അവളെയും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങും. അപ്പോഴാണ് അവിടെയുള്ളൊരു വിൻഡോ തുറന്നു കിടക്കുന്നത്. ഇത് കണ്ട ബെട്രിക്ക് അത് അടയ്ക്കാനായി പോകും. അപ്പോഴവൾ പുറത്തേക്ക് നോക്കുമ്പോഴോ അവിടെ ഒരാൾ നിപ്പുണ്ടായിരുന്നു. ഇത് കണ്ട ബെട്രിക്ക് ഒന്ന് പേടിക്കുകയും ചെയ്യും. ബെട്രിക്ക് അവിടെ നിന്ന് നടന്ന് ഹന്നെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തും. പിന്നീട് ബെട്രിക്ക് വീണ്ടും വിൻഡോയുടെ അടുത്തേക്ക് വന്ന് ആ ആളെ നോക്കും. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. ഇതേ ടൈമിൽ പുറത്ത് എന്തോ ശബ്ദം കേട്ട ബെട്രിക്ക് ആ പടി ഇറങ്ങി താഴേക്ക് പോകും. പുറത്തേക്കെല്ലാം നോക്കും. പക്ഷെ അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. അപ്പോഴേക്കും അമ്മയും അവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും എന്തോ ശബ്ദം കേട്ടെന്ന് പറയും. പക്ഷേ രണ്ടുപേരും അവിടെ നോക്കിയിട്ട് ഒന്നുമൊട്ടും കാണത്തുമില്ല. അപ്പോഴാണ് അമ്മയുടെ പുറകിലൂടെ കറുത്ത രൂപം നടന്നു പോകുന്നത്. ഇത് കണ്ട് രണ്ടുപേരും പേടിക്കും. പക്ഷെ അത് മറ്റാരുമല്ലായിരുന്നു, ബെട്രിക്കിന്റെ അച്ഛനായിരുന്നു. കാരണം പുള്ളിയും എന്തോ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്നതായിരുന്നു. പക്ഷേ പുള്ളിയും അവിടെ ഒന്നും കാണത്തുമില്ല. പിറ്റേ ദിവസം രാവിലെ ബെട്രിക്കിന്റെ അച്ഛൻ അവിടെ കുഴിച്ചുകൊണ്ട് നിന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ദേഷ്യപ്പെടും. ആരെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നാൽ കൊല്ലുമെന്ന് പുള്ളി പറയും. ഇതേ ടൈമിൽ ബെട്രിക്കും ജോണും അവിടേക്ക് എത്തുകയും ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ ബെട്രിക്ക് അവളുടെ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. ഇതേ സമയം ഇവിടെ വീട്ടിലാണെങ്കിലോ അച്ഛനും ഹന്നയും കൂടി അവിടെ ഒരു ക്യാമറ പിടിപ്പിക്കും. ആരെങ്കിലും ഇതുവഴി കടന്നുപോയാൽ ഈ ക്യാമറ പ്രവർത്തിക്കുമെന്നും അച്ഛൻ ഹന്നയോട് പറയും. അങ്ങനെ ആശുപത്രിയിൽ പോയ ബെട്രിക്കും അമ്മയും പിന്നീട് വീട്ടിലേക്ക് എത്തും. രാത്രിയാകുമ്പോൾ ബെട്രിക്ക് വയലിൻ വായിക്കും. അവിടേക്ക് എത്തിയ അമ്മ നീ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയും. കാരണം അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ടായിരുന്നു. ആ കാര്യമാണ് അമ്മ പറയുന്നത്. പിന്നീട് ബെട്രിക്ക് ഒരു ക്ലബിലേക്ക് പോകും. അവിടെ ജോണും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവിടെ കുറെ ഷുഗർ ബാഗ് ഉള്ളത് ബെട്രിക്ക് കാണുന്നത്. അമ്മയ്ക്ക് ഇതുപോലുള്ള ഷുഗർ ബാഗുകൾ ഇഷ്ടമാണെന്നും എവിടെ കണ്ടാലും അത് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും ഇപ്പോൾ വീട് മുഴുവൻ ഷുഗർ ബാഗ് ആണെന്നും ബെട്രിക്ക് ജോണിനോട് പറയും. അങ്ങനെ ഡ്രിങ്കെല്ലാം കഴിച്ച ശേഷം രണ്ടുപേരും ക്ലബ്ബിൽ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് ഒരിക്കൽ രാത്രിയാകുമ്പോൾ ഹന്ന അവിടെയുള്ള ചതുപ്പിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട ബെട്രിക്ക് അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകും. അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തും. കിടത്തിയ ശേഷം ബെട്രിക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരും. അന്ന് ആ വീടിന് പുറത്ത് അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു.
അവിടേക്കെത്തിയ ബെട്രിക്കിനോട് ഇന്നലെ കണ്ടതുപോലെ ആരെങ്കിലും കണ്ടാൽ അവനെ ആക്രമിക്കാനാണ് നിൽക്കുന്നതെന്ന് അച്ഛൻ പറയുകയും ചെയ്യും. ഇതെല്ലാം കേട്ട ബെട്രിക്ക് വീണ്ടും വീടിനകത്തേക്ക് കയറിപ്പോകും. പക്ഷെ വീടിന്റെ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. ഇത് കണ്ട ബെട്രിക്ക് പേടിച്ച് വീടിനകത്തേക്ക് കയറും. അവിടെയുള്ള ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യും. അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ട ബെട്രിക്ക് അടുക്കളയിലേക്ക് പോകും. നോക്കുമ്പോഴോ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്തൊരു കത്തിയും അതോടൊപ്പം ഗ്ലാസ്സിൽ കുറച്ച് പാലും ഉണ്ടായിരുന്നു. ഈ പാല് കുടിച്ച ശേഷം പുള്ളി അവിടുന്ന് പോയിക്കോളാന്നും പറയും. പുള്ളിയുടെ കത്തി കണ്ട് പേടിച്ച ബെട്രിക്ക് അവിടെ നിന്ന് അമ്മയുടെ റൂമിലേക്ക് പോകും. നമ്മുടെ അടുക്കളയിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് ബെട്രിക്ക് അമ്മയോട് പറയും. ഇതേ ടൈമിൽ തന്നെ പുള്ളി ബെട്രിക്കിന്റെ പുറകിൽ വന്ന് നിപ്പുണ്ടായിരുന്നു. അമ്മയും ഇത് കണ്ട് പേടിക്കും. നീ പടി കയറി മുകളിലേക്ക് പോയിക്കോളാൻ അമ്മ ബെട്രിക്കിനോട് പറയും. പതിയെ അമ്മയും ബെട്രിക്കും മുകളിലേക്ക് കയറാനായിട്ടും തുടങ്ങും. പക്ഷെ അവിടേക്ക് ഓടിയെത്തിയ പുള്ളി അമ്മയുടെ കാലിൽ പിടിച്ച് താഴെയിടും. കയ്യിലുള്ള കത്തിയും എടുത്തുകൊണ്ട് പുള്ളി ഇവരെ ആക്രമിക്കാനായി വരും. എങ്ങനെയൊക്കെയോ ബലം പ്രയോഗിച്ച് ബെട്രിക്ക് ആ കത്തി താഴെ ഇടുകയും ചെയ്യും. കത്തി പോയതുകൊണ്ട് തന്നെ പുള്ളി ഇവർ അടുത്തേക്ക് വരും. ആ ഭിത്തിയിൽ കുറെ ഇടിയിടിക്കും. ആ ഭിത്തിയിലുള്ള ഫോട്ടോ മുഴുവൻ താഴെ വീണ് പൊട്ടുകയും ചെയ്യും. പുള്ളി ഇവരെ നേരെ നോക്കിയ ശേഷം താനല്ല ഇത് ചെയ്യുന്നതെന്നും തന്നെ കൊണ്ട് ആരോ ചെയ്യിക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും അവിടെ ഹന്നയും എത്തിയിട്ടുണ്ടായിരുന്നു. ബെട്രിക്ക് അവിടെ നിന്ന് ഓടിച്ചെന്ന് ഹന്നയും എടുത്തുകൊണ്ട് പോകും. അവിടെയുള്ള കത്തിയെടുത്ത് അമ്മ ആ പുള്ളിയെ ആക്രമിക്കാനായിട്ടും തുടങ്ങും. പക്ഷെ പുള്ളി ആ കത്തി പിടിച്ചു വാങ്ങി അമ്മയെ കുത്താനായിട്ടും തുടങ്ങും. ആ ടൈമിൽ തന്നെ അച്ഛൻ അവിടേക്ക് വന്ന് ആ പുള്ളിയുടെ തലയ്ക്ക് അടിക്കുകയും ചെയ്യും. പിന്നീട് അവിടേക്ക് പോലീസും ആംബുലൻസും എല്ലാം എത്തും. അമ്മയെ അവിടെ നിന്ന് ആശുപത്രിയിലേക്കും കൊണ്ടുപോകും. പക്ഷെ ആ പുള്ളി ആരാണെന്ന് ഇവർക്കാർക്കും പിടികിട്ടിയിട്ടുമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജോണും ഈ കാര്യം അറിയും. ഇതെല്ലാം അറിഞ്ഞ് ജോൺ ബെട്രിക്കിന്റെ വീട്ടിലേക്ക് എത്തും. ബെട്രിക്ക് നടന്നതെല്ലാം ജോണിനോട് പറയും. അപ്പോഴാണ് അമ്മ എവിടേക്ക് ചായയുമായി എത്തുന്നത്. ഇതേ ടൈമിൽ തന്നെ അമ്മ എവിടെ വാങ്ങിച്ചു വെച്ച ഷുഗർ ബാഗ് എല്ലാം ജോൺ കാണുകയും ചെയ്യും. ചായ കുടിച്ച ശേഷം അമ്മ കപ്പുമായി അടുക്കളയിലേക്ക് പോകും. അപ്പോഴേക്കും അമ്മയ്ക്ക് തല കറങ്ങുന്നതായി തോന്നും. അമ്മ തല കറങ്ങി വീഴുകയും ചെയ്യും. അമ്മയും എടുത്തുകൊണ്ട് ഹീറോയിൻ ആശുപത്രിയിലേക്കും പോകും. പിന്നീട് ആശുപത്രിയിൽ നിന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് ബെട്രിക്ക് വീട്ടിലേക്ക് പോകാനായി തുടങ്ങും. അപ്പോഴാണ് ജോണിന്റെ കൂടെ അന്ന് ചതുപ്പിൽ കുഴിച്ചുകൊണ്ട് നിന്ന ആളെ ബെട്രിക്ക് കാണുന്നത്. ഇത് കണ്ട ബെട്രിക്ക് പുള്ളിയെ ഫോളോ ചെയ്തും പോകും. പുള്ളി ആശുപത്രിയുടെ അകത്തേക്കായിരുന്നു പോയത്. അവിടെ നിന്ന് നടന്ന് പുള്ളി ICUവിലേക്ക് പോകും. പുറകെ തന്നെ ബെട്രിക്കും പോകും. നോക്കുമ്പോഴോ ഇന്നലെ ബെട്രിക്കിന്റെ വീട്ടിൽ കയറിയ ആൾ ICUവിൽ കിടപ്പുണ്ടായിരുന്നു. അതോടൊപ്പം അയാളുടെ വൈഫും 2 പെൺമക്കളും കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇളയ കുട്ടി ഹീറോയിനെ തുറച്ചു നോക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യും. ഹീറോയിൻ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് പോകും. പക്ഷെ പുറകെ തന്നെ ആ കുട്ടിയും ലിഫ്റ്റിനകത്തേക്ക് കയറും. ആ കുട്ടി ഏതോ ലാംഗ്വേജിൽ എന്തോ ഒന്ന് പറഞ്ഞ ശേഷം ഹീറോയിന് കൈ കൊടുക്കും. ഇത് കണ്ട ഹീറോയിനും ആ കുട്ടിക്ക് കൈ കൊടുക്കും. കുട്ടി ഹീറോയിൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ച ശേഷം എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയും. അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ആകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കുട്ടി കണ്ണു തുറക്കുകയും ബെട്രിക്കിന്റെ പുറകിലുള്ള എന്തോ രൂപം കണ്ട് പേടിക്കുകയും ചെയ്യും. ബെട്രിക്കും ഈ റിഫ്ലക്ഷൻ കണ്ട് ലിഫ്റ്റിലേക്ക് നോക്കുമ്പോഴോ അവളുടെ പുറകിൽ മുടിയെല്ലാം പറത്തിക്കൊണ്ട് എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അതെന്താണെന്ന് അറിയാൻ കുറച്ച് നീങ്ങും. അപ്പോൾ ഒരു പ്രേതത്തെയാണ് അവൾ കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് അവൾ പുറകിലേക്ക് നോക്കുമ്പോഴോ അവിടെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് പേടിച്ച് ആ കുട്ടി തല കറങ്ങി വീണിട്ടുമുണ്ടായിരുന്നു. ബെട്രിക്ക് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടും. അവിടെ നിന്ന് ഇറങ്ങിയ ബെട്രിക്ക് കാറിലേക്ക് എത്തും. ആ കുട്ടി പറഞ്ഞ വാക്കെന്താണെന്ന് ബെട്രിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. അപ്പോഴാണ് ബെട്രിക്ക് അവിടെ ജോണിനെ കാണുന്നത്. ബെട്രിക്ക് അവിടേക്ക് പോകും. നടന്ന കാര്യങ്ങളെല്ലാം അവൾ ജോണിനോട് പറയും. ഇത് കേട്ട ജോൺ ആണെങ്കിലോ അവൻ്റെ ഫ്രണ്ടായ ടോം എന്ന ഒരാളുടെ അടുത്തേക്ക് ബെട്രിക്കിനെ വിളിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് ബെട്രിക്ക് നടന്ന കാര്യങ്ങളെല്ലാം ടോമിനോട് പറയും. ടോം തൻ്റെ നമ്പർ ബെട്രിക്കിന് കൊടുക്കുകയും എന്തെങ്കിലും ഉപയോഗം നിനക്ക് ഉറപ്പായും ഉണ്ടാകുമെന്ന് ബെട്രിക്കിനോട് പറയുകയും ചെയ്യും. അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ടോം ആ ടെന്റിലേക്ക് പോകും. കാരണം വീണ്ടും അവർക്ക് 3-4 ബോഡിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബോഡിയും പഴയ ബോഡിയുടെ അവസ്ഥ പോലെയായിരുന്നു. എല്ലാ ബോഡിയും മരണപ്പെടാനുള്ള കാരണം ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. അതായത് എല്ലാ ബോഡിയുടെ കഴുത്തിലും ഒരു കുത്തിയ പാടുണ്ടായിരുന്നു. ഈ ബോഡിയൊന്നും അഴുകിയിട്ടുമില്ലായിരുന്നു. ഇത് കണ്ട ജോൺ അത്ഭുതത്തോടെ നിൽക്കുകയും ചെയ്യും. ജോണിന്റെ കൂടെയുള്ള കണ്ണാടി വെച്ച ഒരാൾ ഇതെല്ലാം കണ്ട് പേടിക്കുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യും. അന്ന് രാത്രി ബെട്രിക്കിന്റെ അച്ഛൻ അവിടെ പിടിപ്പിച്ച ക്യാമറ കുറെ ഫോട്ടോ എടുക്കുന്നുമുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ എന്തോ ശബ്ദം കേട്ട ബെട്രിക്ക് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കും. അവിടെ എന്തോ രൂപം കണ്ട ബെട്രിക്ക് പേടിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ അവളുടെ അമ്മയും പുറകിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാരണം അമ്മയും എന്തോ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ക്യാമറയിൽ കിട്ടിയ ഫോട്ടോയും എടുത്തുകൊണ്ട് ബെട്രിക്കിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെയുള്ളൊരു ഓഫീസർ ആ ഫോട്ടോ ചെക്ക് ചെയ്യാനായും തുടങ്ങും. ഇവിടെ ബെട്രിക്കാണെങ്കിലോ ഹന്നയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ബെട്രിക്കിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു.
ഇതേ ടൈമിൽ ജോൺ ആണെങ്കിലോ അവിടെ ബാക്കിയുള്ള ബോഡികളെല്ലാം ചെക്ക് ചെയ്യുകയുമായിരുന്നു. അങ്ങനെ ഹന്യയുടെയും കുട്ടികളുടെയും പ്രോഗ്രാം തുടങ്ങും. അവിടെ ഒരു മന്ത്രവാദിയുടെ നാടകമായിരുന്നു ആ കുട്ടികൾ കളിക്കുന്നത്. ആ ടൈമിൽ തന്നെ ഇതേ കഥ ജോണിന്റെ കൂടെയുള്ളൊരു പെണ്ണ് ജോണിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഡച്ച് നാടോടി കഥയിലെ ഒരു മന്ത്രവാദിയുടെ കഥയായിരുന്നു അത്. പണ്ടൊരു മന്ത്രവാദിനി തന്റെ വിധി മാറ്റാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന കേൾക്കുന്നതാണെങ്കിലോ മൊളോക്ക് എന്ന പിശാചാണ്. കുട്ടികളെ ബലി കൊടുക്കുന്ന പിശാചായിരുന്നു അത്. അവളുടെ വിധി മാറ്റാമെന്ന് മൊളോക്ക് സമ്മതിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ വയറ്റിലുള്ള കുട്ടിയെ മൊളോക്കും എടുക്കും. പിന്നീട് അവിടേക്ക് ഇവളുടെ കുറ്റമേറ്റ് പറയിക്കാനായി രാജ്ഞി എത്തും. പക്ഷെ ഇവൾ പറയില്ല എന്ന് പറഞ്ഞ് കയ്യിലുള്ള കത്തിയെടുത്ത് സ്വയം കഴുത്തിറക്കും. പക്ഷെ അപ്പോൾ തന്നെ അവിടെ രാജ്ഞി മരണപ്പെട്ട് വീഴും. രാജ്ഞിയുടെ ബോഡിയിലേക്ക് ഇവളുടെ ആത്മാവ് കയറുകയും ചെയ്യും. അന്നു മുതൽ രാജ്ഞിയുടെ ബോഡിയിൽ ഇവളുടെ ആത്മാവാണ് ജീവിക്കുന്നത്. അങ്ങനെ ഈ കഥകളൊക്കെ കേട്ട ബെട്രിക്കിന് നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. ബെട്രിക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ജോണിനെ വിളിച്ച ശേഷം ടോമിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യും. പിന്നീട് ബെട്രിക്ക് അവിടുന്ന് വണ്ടിയും എടുത്തുകൊണ്ട് ടോമിന്റെ വീട്ടിലേക്ക് പോകും. ടോം അവളെയും വിളിച്ചുകൊണ്ടൊരു റൂമിലേക്ക് പോകും. ആ റൂം മുഴുവൻ അക്വേറിയം ഉണ്ടായിരുന്നു. വീണ്ടും നടന്ന കാര്യങ്ങളെല്ലാം അവൾ ടോമിനോട് പറയും. ഇത് കേട്ട ടോം അവളോട് കണ്ണടയ്ക്കാനായും പറയും. ബെട്രിക്ക് കണ്ണടയ്ക്കുന്ന ടൈമിൽ ടോം ആ മേശപ്പുറത്ത് 3-4 കൊട്ടുകൊട്ടും. അപ്പോൾ തന്നെ ബെട്രിക്ക് ഉറങ്ങിപ്പോവുകയും അവളുടെ പഴയ മെമ്മറിയിലേക്ക് പോവുകയും ചെയ്യും. അതായത് നമ്മൾ മൂവിയുടെ തുടക്കം കണ്ട ആ സീനിലേക്ക് പോകും. ബെട്രിക്ക് ആ റൂമിൽ പെട്ടുപോയതും അവളുടെ മേത്തേക്ക് ബ്ലഡ് വീഴുന്നതുമൊക്കെ അവൾ ഓർക്കും. ആ ടൈമിൽ തന്നെ അവളെ ആരോ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷെ ആ ഭിത്തിയിലുള്ള ഫോട്ടോയിൽ അവളൊരു കാഴ്ച കാണും. അതായത് അവളുടെ അമ്മൂമ്മയുടെ കഴുത്ത് മുറിഞ്ഞ് പുള്ളിക്കാരി മരണപ്പെട്ട് കിടക്കുന്നത്. ഇത് കണ്ട ബെട്രിക്ക് ഇവിടെ ഞെട്ടി എഴുന്നേക്കും. കൂടെ ടോമും ഇത് കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അടുത്തുള്ള അക്വേറിയത്തിലെ കുറേ മീൻ ചത്തുപോയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ബെട്രിക്ക് ജോണുള്ള ടെന്റിലേക്ക് പോകും. അവിടെയുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെക്ക് ചെയ്യും. ഇതെല്ലാം കണ്ട അവൾക്കാണെങ്കിലോ മരണപ്പെട്ടതെല്ലാം പെണ്ണുങ്ങളാണെന്നും എല്ലാവരും പല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണെന്നും പിടികിട്ടുകയും ചെയ്യും. ഇതേ ടൈമിൽ തന്നെ ജോണിന്റെ കൂടെയുള്ള കണ്ണാടി വെച്ച ആൾ ബെട്രിക്കിന്റെ വീട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ബെട്രിക്കിന്റെ അച്ഛനാണെങ്കിലോ കയ്യിലുള്ള ഇലക്ട്രിക് ഗൺ വെച്ച് പുള്ളിയെ വെടിവെച്ചിടുകയും അടുത്തേക്ക് പോയി പുള്ളിയുടെ കൈ കെട്ടിയിടുകയും ചെയ്യും. അപ്പോഴാണ് അവിടെ എന്തോ ഒരു ശബ്ദം ബെട്രിക്കിന്റെ അച്ഛൻ കേൾക്കുന്നതും. പിന്നീട് ബെട്രിക്ക് വീട്ടിലേക്ക് എത്തും. അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്നും ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് പറ്റിയതുപോലെ അമ്മയ്ക്കും പറ്റുമെന്ന് ബെട്രിക്ക് പറയും. പക്ഷെ ഇതൊക്കെ കേട്ട ബെട്രിക്കിന്റെ അമ്മ ഇതൊന്നും കാര്യമാക്കുന്നുമില്ലായിരുന്നു. ഇതേ ടൈമിൽ അവിടെ ഒരു ടൗണിൽ ഹാലോവീൻ നടക്കുന്നുണ്ടായിരുന്നു. ആളുകളെല്ലാം പ്രേതങ്ങളുടെ വേഷം കെട്ടി നടക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നുകൊണ്ട് ജോൺ ബെട്രിക്കിനെ വിളിക്കുന്നത്. പക്ഷെ ബെട്രിക്കിട്ട് ഫോൺ എടുക്കത്തുമില്ല. ഇവിടെ അച്ഛനാണെങ്കിലോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകും. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി പോകും. അപ്പോഴാണ് അവിടെ എന്തോ രൂപം നിൽക്കുന്നത്. ഇത് കണ്ട പുള്ളി അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച് നോക്കും. അത് മറ്റാരുമല്ലായിരുന്നു, പുള്ളിയുടെ വൈഫായിരുന്നു. അതായത് ബെട്രിക്കിന്റെ അമ്മയുടെ ആത്മാവായിരുന്നു. ഇതേ ടൈമിൽ പുള്ളിക്കാരിയുടെ ബോഡി ആണെങ്കിലോ ബെട്രിക്കിന്റെ കൂടെ വീട്ടിലും ഉണ്ടായിരുന്നു. അച്ഛൻ ആത്മാവിനെ കുറച്ചു നേരം നോക്കി നിൽക്കുകയും പിന്നീട് പുള്ളിയുടെ മുഖഭാവം മാറുകയും ചെയ്യും. നോക്കുമ്പോഴോ അവിടെ മുഴുവൻ കുറെ ആത്മാക്കളുണ്ടായിരുന്നു. അച്ഛൻ ആത്മാക്കളുടെ ഇടയിലൂടെ വീട്ടിലേക്ക് നടക്കുകയും ചെയ്യും. ഇവിടെ ബെട്രിക്കും അമ്മയും എല്ലാം എടുത്തുകൊണ്ട് പോകാനായി തുടങ്ങും. അപ്പോഴാണ് ഹന്യ വന്ന് പറയുന്നത് പുറത്ത് അപ്പൂപ്പൻ പേടിപ്പെടുത്തുന്നത് പോലെ നിൽക്കുന്നുവെന്ന്. ബെട്രിക്കും അമ്മയും അവിടേക്ക് പോയി നോക്കുമ്പോഴോ അച്ഛൻ ഇവരെ പ്രത്യേക നോട്ടം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പുള്ളി ആ ഡോറ് തുറക്കാനായും നോക്കും. പക്ഷെ ആ ഡോറ് ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി കൈകൊണ്ട് ആ ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കും. ആ താക്കോൽ എടുക്കാനായി നോക്കും. പക്ഷേ ബെട്രിക്ക് അവിടേക്ക് ഓടിപ്പോയി താക്കോല് പിടിച്ചു വാങ്ങുകയും ചെയ്യും. ബെട്രിക്ക് ഹന്യയും എടുത്തുകൊണ്ട് അവിടെയുള്ള സ്റ്റോർ റൂമിലേക്ക് പോകും. വാതിൽ അടച്ച ശേഷം എന്തു വന്നാലും പുറത്തിറങ്ങല്ലെന്ന് ഹന്യയോട് പറയുകയും ചെയ്യും. ഇതേ ടൈമിൽ തന്നെ ഡോറ് തകർത്ത് അച്ഛൻ വീടിനകത്തേക്ക് കയറും. പുള്ളി അമ്മയുടെ അടുത്തേക്ക് വന്ന് പുള്ളിക്കാരിയെ തള്ളിയിടും. അമ്മയുടെ കഴുത്തിൽ പിടിച്ച് കൊലപ്പെടുത്താനായി നോക്കും. അവിടേക്ക് വന്ന ബെട്രിക്ക് ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ടൈമിൽ പുറത്ത് മുഴുവൻ കുറെ ആത്മാക്കളും ഉണ്ടായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ ബെട്രിക്ക് വടിയും എടുത്തുകൊണ്ടുവന്ന് അച്ഛൻ്റെ തലയിലടിക്കും. എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കുകയും ചെയ്യും. അങ്ങനെ ബെട്രിക്ക് അമ്മയും എടുത്തുകൊണ്ട് മുകളിലത്തെ മുറിയിലേക്ക് പോകും. കുറച്ചു കഴിയുമ്പോൾ അച്ഛന് ബോധം വരികയും ചെയ്യും. ഇപ്പോൾ അച്ഛനൊരു കുഴപ്പവുമില്ല. മകളെയും വൈഫിനെയും രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ മുകളിലേക്ക് കയറിപ്പോകും. പടി കയറി മുകളിലെത്തുമ്പോഴാണ് അവിടെ ബെട്രിക്കിന് ഒരു റൂമിൽ കെട്ടിയിട്ടിരിക്കുന്നത് അച്ഛൻ കാണുന്നത്. അപ്പോൾ തന്നെ അമ്മ കയറുമായി പുറകിലൂടെ വന്ന് അച്ഛൻ്റെ കഴുത്തിലേക്കിടും. അച്ഛനെ അവിടെ കെട്ടിത്തൂക്കും. അമ്മയുടെ കണ്ണും മുഖവുമെല്ലാം മൊത്തത്തിൽ മാറുന്നുമുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ അവിടെ മരണപ്പെടുകയും ചെയ്യും. ഇതേ ടൈമിൽ തന്നെ ബെട്രിക്ക് ഫോൺ എടുക്കാത്തത് കൊണ്ട് ജോൺ ആ വീട്ടിലേക്ക് പോകും.
പക്ഷേ പോകുന്ന വഴിയാണ് അച്ഛൻ വെച്ചൊരു കെണി ജോണിന്റെ കാലിൽ കുടുങ്ങുന്നത്. ഇവിടെ വീടിനുള്ളിൽ ബെട്രക്കിനെ വെള്ള ഉടുപ്പ് പിടിപ്പിച്ചുകൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ അമ്മയും അതോടൊപ്പം ആടിന്റെ രൂപമുള്ള കുറെ പിശാചുക്കളും ഉണ്ടായിരുന്നു. അമ്മ ബെട്രിക്കിനോട് പറയും ഒരുപാട് ടൈം എടുക്കില്ല എന്നും എല്ലാം പെട്ടെന്ന് കഴിയുമെന്നും. ഇതെല്ലാം കണ്ട ബെട്രിക്കിന് നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. അമ്മ മുമ്പിലുള്ളൊരു ബ്ലേഡ് എടുത്ത ശേഷം പുള്ളിക്കാരിയുടെ കഴുത്തറുക്കും. ഇത് കണ്ട ബെട്രിക്ക് പേടിച്ച് നിലവിളിക്കുകയും ചെയ്യും. കഴുത്തു മുറിഞ്ഞ് ബ്ലഡ് പോകുന്ന ടൈമിൽ അവിടെയുള്ള ആടുകളെല്ലാം എന്തോ മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ നിന്ന് നിലത്തേക്ക് വീഴുകയും ബ്ലഡ് മുഴുവൻ നിലത്തുകൂടി ഒഴുകി താഴേക്ക് പോവുകയും ചെയ്യും. അതായത് മൂവിയുടെ തുടക്കം ബെട്രിക്ക് റൂമിൽ നിന്നപ്പോൾ ബ്ലഡ് മുഴുവൻ താഴേക്ക് വന്നതുപോലെ പിന്നീട് ബെട്രിക്കിന് മുമ്പിലേക്ക് ഒരു പ്രേതം പ്രത്യക്ഷപ്പെടുകയും അത് ഉറക്കെ കാറുകയും ചെയ്യും. ഇത് കേട്ട ബെട്രിക്കും ഉറക്കെ നിലവിളിക്കും. ആ പ്രേതം ബെട്രിക്കിനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ ദേഹം മുഴുവൻ വിറയ്ക്കാനും അവളുടെ മുഖവും കണ്ണും മാറാനായും തുടങ്ങും. ഇതേ ടൈമിൽ തന്നെ ജോൺ അവിടെ നോടി വീട്ടിലേക്ക് എത്തും. അകത്തേക്ക് കയറിയ ജോൺ അച്ഛൻ്റെ ഡെഡ് ബോഡിയും അതോടൊപ്പം അമ്മയുടെ ബോഡിയും കാണും. അവിടെ ബെട്രിക്കിനെ കെട്ടിയിട്ടത് കണ്ട ജോൺ അവളുടെ അടുത്തേക്ക് പോകും. അവളുടെ കെട്ടഴിച്ചു വിടും. പിന്നീട് താഴേക്ക് ഇറങ്ങി വന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഹന്നയെയും രക്ഷിക്കും. അങ്ങനെ പിന്നീട് കുറച്ച് നാളുകൾ കടന്നു പോകും. ഒരിക്കൽ ബെട്രിക്കും ഹന്നയും ഹോട്ടലിൽ വെച്ച് ജോണിനെ കണ്ടുമുട്ടുകയും ചെയ്യും. ബെട്രിക്കും ജോണും മിണ്ടി പറഞ്ഞുമൊക്കെ ഇരിക്കും. പിന്നീട് ബെട്രിക്ക് അവിടെ നിന്ന് പോകാനായും തുടങ്ങും. അപ്പോഴാണ് അവിടെയുള്ള ഷുഗർ ബായി ബെട്രിക്ക് എടുക്കുന്നത്. ഇത് കണ്ട ജോൺ ശരിക്കും ഷോക്കായി പോകും. കാരണം അവളുടെ അമ്മയുടെ സ്വഭാവം ബെട്രിക്കിന് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ജോണിന് ഇത് ബെട്രിക്കല്ലെന്നും മറ്റാരോ ആണെന്ന് പിടികിട്ടുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ബെട്രിക്കും ഹന്നയും വീട്ടിലിരിക്കുന്നതാണ്. അപ്പോഴാണ് ബെട്രിക്ക് പുറത്തേക്ക് നോക്കുന്നത്. വീടിന് പുറത്തെന്തോ വെള്ള രൂപം വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, യഥാർത്ഥ ബെട്രിക്കിന്റെ ആത്മാവാണ്. ആ ആത്മാവ് അകത്തുള്ള ബെട്രിക്കിനെ കണ്ണു നിറഞ്ഞു നോക്കുകയും ചെയ്യും. ഇപ്പോൾ വീടിനകത്തുള്ളതാണെങ്കിലോ ബെട്രിക്കിന്റെ ബോഡിയാണ്. പക്ഷെ ആത്മാവാണെങ്കിലോ പഴയ മന്ത്രവാദിനിയുടെയും. ഇതേ സമയം ഹന്നയും പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ പിടികിട്ടിയതുപോലെ. ഒരുപക്ഷെ ബെട്രിക്ക് പണ്ട് ഹന്നയോട് പറഞ്ഞിട്ടുണ്ടാകാം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോൾ ഈ മൂവിയും അവിടെ തീരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതോടൊപ്പം സബും ചെയ്തേക്കണേ.